പിണറായി വിജയന്റെ വീട്ടിൽ ഇടി ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞ എന്താണേലും പറയാനുള്ളത്? ഇപ്പൊ ഭയങ്കര രീതിയിലുള്ള അതിനോട് വി.ഡി. സതീശൻ പോലും പ്രതികരിച്ചില്ല. എല്ലാരും വിചാരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള വി.ഡി. സതീശനാണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. ചേട്ടൻ എന്താ പറയണത്? വി.ഡി. സതീശൻ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ. ആണോ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? കാരണം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇയാള് ഭരണത്തിലിരിക്കുമ്പോ ഈ ഇടിക്ക് അയാളുടെ വീടും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. അപ്പോൾ അവർക്ക് വന്ന് സന്ദർശിക്കാറില്ല. അപ്പം അന്ന് റൈഡ് നടത്താറുന്നില്ലേ. ഇപ്പോൾ സതീശൻ ഡൽഹി പോയി നരേന്ദ്രമോദിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ട്, അവർ തമ്മിൽ ഇപ്പോൾ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് പറയാനുള്ളത്. അത്രേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്നിട്ടിപ്പോൾ പോയി ഈടി പരിശോധിച്ചിട്ട് എന്താ ഈടിക്ക് കിട്ടി. മടിയിൽ കനമുള്ളവന് പേടിക്കേണ്ട ആവശ്യമില്ലാന്നാ പറഞ്ഞത്. മടിയിൽ കനമുള്ളവന് പേടിക്കേണ്ട ആവശ്യമില്ല. കനമില്ലാത്തവന് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയും. അയാള് പറഞ്ഞതൊക്കെ കാര്യത്തിൽ തന്നെ അയാളുടെ കൈ ശുദ്ധമാണ്. അതിപ്പോ ഇടിക്ക് ശുദ്ധമായ കൈ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര രീതിയിലെ പ്രതിഷേധം നടന്നല്ലോ. പുള്ളി വന്ന വാഹനം ആക്രമിക്കപ്പെട്ടു. അതൊക്കെ അക്രമ രാഷ്ട്രീയം ശരിയല്ലല്ലോ. ഈ നയം ശരിയല്ല. അക്രമ രാഷ്ട്രീയം ശരിയല്ലല്ലോ. അക്രമ രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയം പറഞ്ഞില്ല. വരുന്നവരുടെ സ്ഥിതിയും കാര്യങ്ങളും അപ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ. കേട്ടില്ല. വരുന്നവര് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവര് വെറുതെ വരെ ഡ്യൂട്ടി ചെയ്തിട്ട് പോയതാണ്. അപ്പത്തിന് ആ വാഹനം ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. വെറും സ്റ്റാഫുകൾ മാത്രല്ല, ഉദ്യോഗസ്ഥരല്ലേ. ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താ? ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടുണ്ടായിന്. വാഹനം ആക്രമിക്കപ്പെട്ടു. വാഹനം ആക്രമിക്കപ്പെടുന്നതും ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെടുന്നതും രണ്ടല്ലേ ചങ്ങായി. ചാനലിന്റെ റിപ്പോർട്ടറല്ലേ? ചാനൽ ഞാൻ പറഞ്ഞില്ല. അതിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് സാരമായ പരിക്കേറ്റതാണ് ഉദ്ദേശിച്ചത്. അല്ല, ആരും പറയുമ്പോ നല്ല രീതിയിൽ പറയും. നിങ്ങൾ പറഞ്ഞതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞ വാഹനം ആക്രമിക്കപ്പെട്ടെ ശരിയാണോ? ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ശരിയാണോ? ആരാണ് എന്താന്ന് പറയുന്നത്? അല്ല, ആരാത് ക്യാമറയിൽ കൂടെ തെളിഞ്ഞിരിക്കണ? പാർട്ടി പ്രവർത്തകർ തന്നെ ചെയ്തത്. പാർട്ടി പ്രവർത്തകർ അത് നമുക്കറിയില്ല. നമ്മൾ കുന്നോട്ടാരാ, അത് കണ്ണൂരാ. കണ്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തകരാണ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്താ അഭിപ്രായം? തെറ്റാണോ? ചെയ്ത ആരും തെറ്റാണോ? രണ്ട് ഭാഗത്തും തെറ്റാണല്ലോ ഈ പറയുമ്പോ. ഈ ആക്രമിക്കപ്പെട്ട തെറ്റാണോ? ഇല്ല, ഈ പെട്ടെന്നുള്ള റെയ്ഡും ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ വന്നുള്ള റെയ്ഡും കാര്യങ്ങളും പറഞ്ഞാൽ ഒക്കെ തെറ്റന്നല്ലേ. അപ്പൊ ഇതും തെറ്റാണ്. ആക്രമിക്കപ്പെട്ട തെറ്റാണോ? പെട്ടു വരുമ്പോ അത് തെറ്റായിട്ട് വരും. ഉറപ്പില്ല. അപ്പൊ ചേട്ടൻ ഇപ്പം വിശ്വസിക്കുന്നത് വി.ഡി. സതീശനാണ് ഇതിന് പിന്നില്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതല്ല. വി.ഡി. സതീശന്റെ കൈ തന്നെയാണെന്നുള്ളത് നമുക്കറിയാലോ. അറിയാം, ഉറപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? എനിക്ക് കൃത്യമായ തെളിവില്ല. നമുക്ക് പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലെ ചോദ്യങ്ങൾ വരുന്നത്. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പുള്ളി ഒന്ന് പ്രതികരിക്കാം. ന്യൂസ് കേട്ടില്ല, ശരിക്കും കേട്ടില്ല. പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാന് ഇപ്പൊ അവരുടെ അഭിപ്രായത്തെ പറ്റി പറയാൻ പറ്റില്ല. അല്ല, പുള്ളിക്ക് എന്താണ് 9,000 എന്താണ് 900 തിരിച്ചറിയാൻ പറ്റാത്ത വിദ്യാഭ്യാസ മന്ത്രിയാന്ന് പറയുന്നത്. അതെ, അത് മാർക്ക് പ്രഖ്യാപിച്ചപ്പോ പുള്ളിക്ക് 9,900 തിരിച്ചറിയാൻ പറ്റിയില്ല. അത് നമുക്ക് കേൾക്കാത്തതിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള മറുപടി പറയുമ്പോൾ നമ്മളത് വ്യാഖ്യാനിക്കപ്പെടുന്നതായിട്ട് വരും. ചേട്ടാ കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ടൈമിൽ ചെന്നിട്ട് നമുക്ക് വാർത്ത കേൾക്കും. അത് എല്ലാ വാർത്തയും കേൾക്കില്ല, സമയം കിട്ടില്ല. പേരെന്തായിരുന്നു? എൻ്റെ പേര് കാലിദ്. ഓക്കെ, ശരി.